വണ്ടി ഓടിക്കുമ്പോ ഫോൺ എടുത്ത് വെക്കണ്ട. ശ്രീജേഷിന്റെ അവിടെ എത്തുമ്പോ എന്നെ വിളിക്കട്ട. ഞാൻ ആളെ വിളിച്ച് പുറത്തിറക്കാം. ഒരു പെണ്ണ് കാണറി സെറ്റപ്പ് എന്നൊക്കെ. ഹായ്, വെൽക്കം ബാക്ക് ടു ട്രാവലിംഗ് ഷിപ്പ്. ട്രാവലിംഗ് ഷിപ്പിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്നും ഉള്ള പോലെ നമുക്ക് റോഡിന്റെ അവിടെ നിന്ന് എടുക്കണമെന്ന് വിചാരിച്ചു. വീടിന്റെ അവിടെ വെച്ച് തന്നെ തുറക്കെടുക്കാമെന്ന് വിചാരിച്ചു. സംഭവം ഇന്നൊരു കിടുക്കൻ വീഡിയോ ആണ്. ഞങ്ങളൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോയി. സംഭവം അങ്ങനെ ഉദ്ദേശിച്ചിട്ടല്ല പോയത്. ഒരു കേക്കിന്റെ ഷോപ്പൊക്കെ എൻ്റെ ഒരു ഫ്രണ്ടിനുണ്ട്. ചോക്കോ ഹോളിക് എന്നാണ് ആ ഷോപ്പിന്റെ പേര്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസും ഇൻസ്റ്റാഗ്രാം ഐ ഡിയും ഒക്കെ നമ്പറൊക്കെ ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പൊ അവന്റെ വീഡിയോ, അവന്റെ കേക്കിന്റെ വീഡിയോ അവന്റെ എങ്ങനെയൊക്കെ എടുക്കാനായിട്ട് പോയത്. പക്ഷെ അതിന്റെ ഇടയ്ക്ക് അവൻ ഇങ്ങനെ സ്പെഷ്യലായിട്ട് വിളിച്ചപ്പോൾ ഒരു ഡൗട്ട് തോന്നി. അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി പോയത്. പക്ഷെ വീഡിയോ എടുക്കാൻ പോയപ്പോഴാണ് ഞങ്ങൾക്ക് കാര്യം മനസ്സിലായത്. ഒരു പെൺകുട്ടിക്ക് അവന് സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാൻ പോകണം, അതാണ് ഇതിനാണ് ഈ കേക്ക് ഉണ്ടാക്കുന്നത്, അപ്പൊ അതിന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ മനസ്സിലായത്. അപ്പൊ അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. പക്ഷെ ചെറിയൊരു പണി പറ്റി. ഞങ്ങൾക്ക് ആർക്കും വീടറിയില്ലായിരുന്നു. എനിക്കല്ല, അവന് വീടറിയില്ലായിരുന്നു. അങ്ങനെ അത് ചെറുതായിട്ടൊന്ന് നൈസായിട്ടൊന്ന് പാളി. അപ്പൊ ആ വീഡിയോ ആണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പൊ എന്തായാലും വീഡിയോ നിങ്ങൾ കാണണ്ടേ? അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോ സൂക്ഷിച്ചു പോവാന്നൊക്കെ കുലുക്കം. അപ്പോൾ ഹായ്, ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ട്രാവലിംഗ് ഷെഫ്. ട്രാവലിംഗ് ഷെഫിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ അതേ നമ്മുടെ രണ്ട് ഫ്രണ്ട്സാണ്. ഇത് ജെഫിൻ, മാസ്ക് ഇട്ട് നിങ്ങൾക്ക് എന്തായാലും കാണില്ല, എന്തായാലും നമ്മൾ കാണിക്കും. ഇത് എബി ചോക്കോ എന്നിട്ട് അതിന്റെ ഓണറാണ്. ഇത് ഇവനൊന്നിന്റെ ഓണറല്ല, എന്നാലും ഇവന്റെ കല്യാണം കഴിയാറായിട്ടാ. അപ്പൊ അതും കൂടി നിങ്ങൾ എല്ലാവരും കാണുന്നവർക്ക് കമന്റ് ചെയ്യണ്ട, ആരും കമന്റ് ചെയ്യണ്ട. അപ്പൊ നമ്മള് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാൻ പോവാണ്. ഗിഫ്റ്റ് അല്ലേ? ഗിഫ്റ്റ്. അപ്പൊ നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ഉപയോഗിക്കണം. ഫ്രണ്ടിന്റെ ഗിഫ്റ്റ്. കല്യാണം ആരെവിടെ കഴിക്കാൻ ഉദ്ദേശം പറയില്ല. ചിലപ്പോ ഈ വീഡിയോ കാണുമ്പോ നിന്റെ ഫാൻസ് വന്നാലോ? എബി ഫാൻസ് ലൈക്ക് ഹിയർ. ജെഫിൻ എന്തായാലും ഉണ്ടാവും ഫാൻസ്. പക്ഷെ ജെഫിന്റെ വീഡിയോ വരുമ്പോ പൊളിക്കും. നേരത്തെ അവന് മറ്റേ പാഷൻ ഫ്രൂട്ട് ആയിരുന്നു, ഇപ്പൊ പുളിനെല്ലിക്ക. അങ്ങനെയുള്ള സംഭവം കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് വീട് ഏതെന്ന് അറിയണം. അതിനു മുമ്പ് വീട് ഏതെന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അവന് കേട്ടറിവേ ഉള്ളൂ, കണ്ടറിവില്ല. അതുകൊണ്ട് ഇവൻ ആ വീട് ഏതെന്ന് ആദ്യം പോയി ഒന്ന് ജസ്റ്റ് ഒന്ന് തപ്പാനൊന്നും നേരം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഏതെന്ന് ലൊക്കേഷനൊന്നും അയച്ചൊന്നുണ്ടായിരുന്നില്ല. അപ്പോൾ കേട്ടറിവ് വെച്ച് പോയി അവിടെ നിന്നു. അപ്പൊ വീട് ഇതാണെന്ന് സങ്കല്പിച്ച് ഞങ്ങൾ അവിടെ നിന്നപ്പോൾ അവിടെ ഒരു ചേച്ചി ചേട്ടൻ ഫ്രണ്ടിൽ നിൽക്കുന്നു. അപ്പോൾ വേറെ ചേട്ടൻ ആ തൂണിൻ്റെ അടുത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു ആ വീടിന്റെ. എന്നിട്ട് ഇവര് തമ്മിൽ ഭയങ്കര സംസാരം. ഇത് ചോപ്പ് കാർ വന്നിട്ടുണ്ടല്ലോ, എന്താ അവിടെ നിൽക്കുന്നത്? 3 ആൺപിള്ളേര്, ഒരുത്തൻ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന്, ഒരുത്തനും എല്ലാം അവിടെ ഇരുന്ന് ഫോണൊക്കെ വിളിക്കുന്നു. ഉള്ളിലെ ഫോൺ റിങ് ചെയ്യുന്നു. അപ്പോൾ ഭയങ്കര ടെൻഷൻ. ഇനിയിപ്പോൾ എൻ്റെ മോളെ തട്ടിക്കൊണ്ടുപോകാൻ വന്നതാണോ, അങ്ങനെയൊക്കെ ചിന്താവും. പിന്നെ ഊഹിക്കാലോ അവിടെ ഒരു തിരക്കാൻ പോകുന്നത്. അപ്പോൾ 2 ചേട്ടന്മാരൊക്കെ അവിടെ നടന്നു വരുന്നു. അപ്പോൾ ഉറപ്പിച്ചു ഇടി കിട്ടുമെന്ന് ഉറപ്പിച്ചപ്പോൾ ഞാൻ തന്നെ ക്യാമറ ഓഫ് ചെയ്ത് ഞാനിങ്ങനെ മിണ്ടാതിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഗിഫ്റ്റൊക്കെ കൊടുത്ത് അവൻ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ടുള്ള സംഭവങ്ങളാണ് ഇനി കാണാൻ പോകുന്നത്. തോന്നുന്നത് എബി ഫോൺ വിളിച്ചോണ്ടിരിക്കുകയാണ്, ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. Novel coronavirus disease spread can be stopped. Always cover mouth with handkerchief or tissue while coughing and sneezing. Wash your hands with soap. പ്രൈസ് ഗിഫ്റ്റ് കേട്ടോ. പക്ഷെ വീട് മാറിയെന്നാ തോന്നുന്നത്. കൊടുക്കേണ്ട വീട് ഏതെന്ന് അറിയാണ്ടിരും ഓടി വന്നത് പട്ടി. അടുത്തൊരു സസ്പെൻസ് ആക്കാൻ പോവാണ്. ഹോട്ടലിലെ ജെഫിനെ ഹാപ്പി ബർത്ത്ഡേ ചെയ്തു. പിന്നെ ചെയ്യാണ്ടിക്കോ? ബർത്ത്ഡേ അയ്യോ, ബോക്സിൽ നമ്പർ ചെയ്യാൻ മറന്നറി. മണ്ടൻ ആവശ്യം നേരത്തെ ഒരു കാര്യം ചെയ്യില്ല. കേട്ടോ.
സർപ്രൈസ് ഞങ്ങളെ ആ വ്ളോഗ് ചെയ്യാനായിട്ട് നിന്നതാ. അവൻ പേടിച്ചിട്ട് ഇറങ്ങിയില്ല. നാട്ടുകാർ പിടിച്ചിടിച്ചാലോ? നാട്ടുകാര് അവിടെ കുടിക്കുമ്പോ ആൾക്കാര് മൊത്തം കുടിക്കണ്. ഫ്രഞ്ച് ഫിറ്റിനകത്ത് വ്യക്തമായി കണ്ടോളൂ. ഏതാ ഞങ്ങളിപ്പോ സർപ്രൈസ് കൊടുക്കാൻ പോയതാണ്, പക്ഷെ വീട് അറിയാണ്ട് ഒരു പ്രോബ്ലം പറ്റിപ്പോയി. ഞാൻ ഫുള്ള് ഇടുക്കം കൊടുക്കും നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പിന്നെ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി വേറൊരു രണ്ട് കേക്ക് കൂടി ഉണ്ടാകും. രണ്ട് കേക്ക് കൂടി ഉണ്ടാകും. ഒന്ന് എനിക്ക്, രണ്ട് കേക്കാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. ഓക്കെ, നമുക്ക് കയ്യിലേക്ക് പോകാം. നീ എന്തായാലും മറ്റൊരാളെ തട്ടിക്കൊണ്ടുപോകാൻ പോണോണം. എടാ, ഈ സർപ്രൈസ് ഗിഫ്റ്റിനെ പാലിനെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താ? ഞങ്ങളുടെ അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം കഷ്ടപ്പെട്ടെടുത്ത തീരുമാനമായിരുന്നു. പക്ഷെ പണി പാടി പോയിട്ടായിട്ട്. എന്തുകൊണ്ടാണ് നീ സർപ്രൈസ് ഗിഫ്റ്റ് എടുക്കാൻ തീരുമാനിച്ചത്? അതാ ഒരു ഓർഡർ കിട്ടിയതാണ്. ഓർഡർ കിട്ടിയതാണോ അതോ വേറെ എന്തെങ്കിലും ആണോ? ഇല്ല, ഓർഡർ കിട്ടിയതാണ്. ആണോ? ഓക്കെ ഓക്കെ, ഞങ്ങൾ വിശ്വസിച്ചു. ജെഫിന് നിന്റെ അഭിപ്രായത്തിൽ എന്താ? ഇത് ഒരു 20ാമത്തെ കേക്കാണിട്ടാണ് എടുക്കുന്നത്. തള്ളരുത് കേട്ടോ നീ. ഒറ്റ തള്ള. ഒരു 19. ഇത്ര നാളായിട്ട് അവന് ഒരു സർപ്രൈസ് കൊടുക്കാൻ പറ്റില്ല. കറക്റ്റ് ഈ ഓർഡർ തന്നെ സർപ്രൈസ്. അതെ അതെ, അത് പ്രത്യേകിച്ച് ആ കുട്ടി ചോദിക്കുകയും ചെയ്തു. അത് നമുക്ക് എബിയോട് തന്നെ ചോദിച്ചാലാണ് നമുക്ക് പോസ്റ്റ് ചെയ്ത് നാളെ എടുത്തത്. ബാക്കിയുള്ളവരെ ഉറപ്പിക്കും. നിന്നെ ഇവൻ എന്തിനു സർപ്രൈസ് കൊടുത്തു? ക്വസ്റ്റ്യൻ മാർക്ക് എബിന്റെ ഫോട്ടോ. എന്റെ കൂട്ടുകാരിയാണ്. അപ്പൊ അവർക്ക് ക്വാറന്റൈൻ ആയതുകൊണ്ട്. നീ പിന്നെ എന്തിനാ ഞങ്ങളെ വിളിച്ചത്? എടാ വീഡിയോ എടുക്കാന്നൊക്കെ പറഞ്ഞത്. നിങ്ങൾക്കൊരു എക്സ്പീരിയൻസ്, നിങ്ങൾ വന്ന ദിവസം തന്നെ അത് പക്ഷെ സർപ്രൈസ് ഈ ഗിഫ്റ്റ് വീഡിയോ എടുക്കണം ഇതൊക്കെ പറഞ്ഞത് എന്താണ് പറ? അത് പറയുന്നത് നിനക്കൊരു വ്ളോഗ് അത് കിട്ടാൻ വേണ്ടിട്ടാണ് ഞാൻ ചെയ്തത്. നിന്റെ ഒരു കള്ളത്തരം ഞങ്ങൾ പിടിച്ചു കേട്ടോ. കാര്യം പറഞ്ഞാൽ മതി. മാസ്ക് ഇട്ടോണ്ട് ഞാൻ നിന്റെ ഫോട്ടോ ഞങ്ങൾ ഇവിടെ പൊക്കി കാണിക്കും. ആ 2 കോഴീനെ നടത്തി വിടാം പറഞ്ഞിട്ട്. അപ്പോൾ അവിടുന്ന് ഒരു ചെറിയ ടെൻഷൻ. അത് കഴിഞ്ഞ് അവിടുന്ന് തന്നെ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്ത് കുറച്ച് വ്ളോഗൊക്കെ സംസാരിച്ച് അങ്ങനെ ഞങ്ങള് വീട്ടിലെത്തി. അവന്റെ വീട്ടിലെത്തി. വീടിന്റെ കാർ അവന്റെ വീട്ടിലെ ഫ്രണ്ടിലെത്തി കഴിഞ്ഞപ്പോഴാണ് അവൻ ആ കുട്ടി ഈ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് മൊബൈൽ എടുക്കുന്നത്. ഇറങ്ങുന്നതിന് മുമ്പിൽ മൊബൈൽ എടുത്ത് നോക്കുന്നുണ്ടെങ്കിൽ ഈ മെസ്സേജ് ഒന്നും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. അതിന് മുമ്പ് ഇവൻ അപ്പോൾ അവിടെ എത്തിയപ്പോൾ അവൻ്റെ വീടെത്തിയപ്പോൾ മൊബൈൽ എടുത്തിട്ട് ചുമ്മാ ഒന്ന് നോക്കി. ചുമ്മാ അങ്ങനെ നോക്കിയപ്പോൾ അവൻ്റെ ഫ്രണ്ടിൻ്റെ മെസ്സേജ് കിടക്കുന്നു. നിങ്ങൾ പോകുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞോളൂ, ആ മെസ്സേജ് എങ്ങനെയുണ്ട്, അപ്പോൾ ഒരു നൈസായിട്ടൊരു പെണ്ണ് കാണലെന്നൊക്കെ ഉദ്ദേശിച്ചിട്ട് ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ ഇവർ മണ്ടത്തരായിരുന്നു തോന്നി. ഞങ്ങൾ ഇറങ്ങിയില്ല. വീട് മനസ്സിലാക്കി ഞങ്ങൾ കുറച്ചും കൂടി ടെൻഷൻ ഇല്ലാണ്ട് വീഡിയോ എടുക്കാമായിരുന്നു എന്ന് ഞാൻ ചിന്തിച്ച്. ആകെ മൊത്തം പണിവാളലായിരുന്നു വന്നു. ഇനി ആ ഒരു സെക്ഷനൊക്കെയാണ് ഇനി കാണാൻ പോകുന്നത്. അത് ശരിക്കും നിങ്ങൾക്ക് വീഡിയോ കണ്ട് എത്രയും ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല, പക്ഷെ അത് നേരിട്ട് അനുഭവിച്ച് ഞങ്ങൾക്ക് വലിയൊരു സംഭവം തന്നെയായിരുന്നു. അങ്ങനെ ഇതൊക്കെ സെറ്റ് ആക്കായിരുന്നില്ലേ. ഇത് ലാസ്റ്റ് ഞാൻ വീടെത്തിക്കൊണ്ട് മെസ്സേജ് കാണുന്നത്. കഷ്ടം തന്നെ കഷ്ടം തന്നെ. കേട്ടില്ല. വണ്ടി ഓടിക്കുമ്പോ ഫോൺ എടുത്ത് വെക്കണ്ട. ശ്രീജേഷിന്റെ അവിടെ എത്തുമ്പോ എന്നെ വിളിക്കട്ട. ഞാൻ ആളെ വിളിച്ച് പുറത്തിറക്കാം. ഒരു പെണ്ണ് കാണല് സെറ്റപ്പ് എന്നൊക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എത്ര ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. ഇഷ്ടപ്പെട്ടേ ഞാൻ മറക്കാതെ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യണം. എന്നാലാണ് ഇനിയുള്ള കിടക്കാച്ച് വീഡിയോസൊക്കെ വരുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.